ലീഗ് മന്ത്രിമാർക്കെതിരെ ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ജില്ലയെ പാടെ അവഗണിച്ചെന്നാണ് വിമർശനം ഉയർന്നത്. കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബുവിന്റെ PA ആയി CPIM അനുകൂല സർവീസ് സംഘടനയായ NGO യൂണിയന്റെ പ്രവർത്തകരെ നിയമിച്ചതായും യോഗത്തിൽ പരാതി ഉയർന്നു. കഴിഞ്ഞ കാലങ്ങളിൽ UDF അധികാരത്തിൽ വന്നപ്പോഴെല്ലാം കോഴിക്കോട് നിന്ന് ലീഗിനും കോൺഗ്രസിനും മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്തോടെ ജില്ലയിലെ 11 സീറ്റുകളിൽ UDF MLA മാർ വിജയിച്ചിട്ടും ഒരു മന്ത്രി പോലും കോഴിക്കോട് നിന്നും ഇല്ലാത്തതിനാൽ വലിയ വിമർശനമാണ് UDF-നകത്ത് തന്നെ ഉയർന്നിരുന്നത്. അതിനിടെ ചേർന്ന മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും ജില്ലയെ പാടെ അവഗണിച്ചു എന്ന രൂക്ഷ വിമർശനം ലീഗ് മന്ത്രിമാർക്കെതിരെ ഉയർന്നത്. ലീഗ് മാത്രം 6 സീറ്റുകളിൽ വിജയിച്ചിട്ടും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പരിഗണനയും ഉണ്ടായില്ല. ജില്ലാ കമ്മിറ്റി 26 പേരുടെ പട്ടിക നൽകിയിട്ടും ഒരാളെ മാത്രമാണ് പരിഗണിച്ചത്. മറ്റുള്ള പേരുകളെല്ലാം പാടെ തഴയപ്പെട്ടു. കോഴിക്കോട് ജില്ലയോട് പൂർണ്ണമായ അവഗണനയാണ് ലീഗ് സംസ്ഥാന നേതൃത്വവും മന്ത്രിമാരും ഇപ്പോഴും കാണിക്കുന്നത് എന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. പാർട്ടിക്കായി രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നവരെ തഴഞ്ഞ് മന്ത്രിമാർ തങ്ങളുടെ ഇഷ്ടക്കാരെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റി. ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്ന് MSF യൂത്ത് ലീഗ് പ്രതിനിധികൾ യോഗത്തിൽ കുറ്റപ്പെടുത്തി. എന്നാൽ ജില്ലയ്ക്ക് അർഹമായ പരിഗണന നേടിയെടുക്കാൻ നേതൃത്വം ശ്രമിച്ചിരുന്നു എന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ യോഗത്തിൽ വിശദീകരിച്ചു. ഇത്തരത്തിൽ അവഗണന തുടർന്നാൽ ഭാവിയിൽ ശക്തമായ തിരിച്ചടിക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പും പ്രവർത്തക സമിതി യോഗം സംസ്ഥാന നേതൃത്വത്തിന് നൽകി. കോഴിക്കോട് സൗത്ത് MLA ആയ ഫൈസൽ ബാബുവിനെതിരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ജീവിക്കാൻ മറ്റു തൊഴിലെടുക്കേണ്ടി വരുന്ന സ്വന്തം പാർട്ടിക്കാരെ പരിഗണിക്കാതെ ഇടത് അനുകൂല സംഘടനയായ NGO യൂണിയൻ പ്രവർത്തകനെ PA ആക്കി നിയമിച്ചെന്നാണ് ഫൈസൽ ബാബുവിനെതിരെ ഉയർന്ന വിമർശനം. മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറത്താണ് ഈ വിമർശനം യോഗത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് സ്റ്റാഫിനെ മാറ്റി നിയമിക്കണമെന്ന ആവശ്യവും ജില്ലാ കമ്മിറ്റി യോഗം ഫൈസൽ ബാബുവിനോട് ഉന്നയിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.